ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്ന ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യമില്ലേ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ? അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ഞങ്ങൾ നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര പത്തനംതിട്ടയിലെ കുന്നന്താനത്തുള്ള കിൻഫ്ര പാർക്കിലെത്തിയിട്ടുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്ലാസ്റ്റിക് കൂമ്പാരം. ഇത് ഇവിടെ എത്തുമ്പോൾ മാലിന്യ കൂമ്പാരമല്ല, മനോഹരമായ ചെടിച്ചട്ടികളായും പൂച്ചട്ടികളായും ഒക്കെ മാറുന്നതിന് വേണ്ടിയുള്ള റോ മെറ്റീരിയലാണ്. അപ്പോൾ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പലവിധ പ്രോസസ്സിലൂടെ കടന്നാണ് വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. നമുക്കിവിടെ ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിൽ നമ്മൾ പഞ്ചായത്തിൽ പോയി ഹരിതകർമ്മസേന കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് നമ്മളിവിടെ പ്ലാന്റിൽ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്ത് ആദ്യം ഫസ്റ്റ് പ്രോസസ്സാണ് നമ്മൾ ഗ്രൈൻഡിങ് കഴിഞ്ഞ് നമ്മൾ അതിനെ ഈ വാഷിംഗ് ടാങ്ക് ഉണ്ട്, വാഷിങ്ങിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് അഴുക്കുകളൊത്തും നമ്മളതിനെ റിമൂവ് ആവും. ആ റിമൂവ് അതിനെ നമ്മളൊരു കൺവെയർ ബെൽറ്റ് വഴി കയറ്റി അതിനെ ഡ്രയർ എന്നൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ വഴി ആ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പോയി അതിന് ശേഷം ഒരു ഹീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് ആ വെള്ളം മൊത്തം അബ്സോർവ് ആയിപ്പോവും. അതിനെ നമ്മൾ ഒരു ഡ്രയർ വഴി കയറ്റി വിട്ട് നമ്മളൊരു കളക്ഷൻ ടാങ്ക് ഉണ്ട്, കളക്ഷൻ യൂണിറ്റ്, ആ കളക്ട് ചെയ്ത് നമ്മൾ ആ ബാഗിനകത്ത് ഈ സാധനം വന്ന് നിറയും. അതാണ് ഇപ്പോഴത്തെ പ്രോസസ്സ്. അതിനെ ആ ചെയ്ത സാധനത്തിനെ നമ്മൾ അഗ്ലോ എന്ന് പറയുന്നൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്ട്രൂഡർ ചെയ്യുന്ന മെഷീനെ അതിനകത്തോട്ട് ഈ ഹോപ്പറിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്ലോ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ആ അഗ്ലോയിന് ശേഷം നമുക്ക് ഏത് കളറാണോ ആഡ് ചെയ്യേണ്ടത് അതിന് നമുക്ക് റെഡ് ആണ് റെഡ്, ബ്ലൂ ആണ് ബ്ലൂ, ഗ്രീൻ ആണ് ഗ്രീൻ, അത് പല രീതിയിൽ നമുക്ക് കളർ ആഡ് ചെയ്യാൻ പറ്റും. ആ ആഡ് ചെയ്ത കളറിനെ അഗ്ലോയിലാണ് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത്. ആ മെറ്റീരിയലിനെ നമ്മൾ എക്സ്ട്രൂഡർ മെഷീനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതിലെയാണ് നമ്മൾ ഈ പ്രോസസ്സായിട്ട് ഗ്രാനുവൽസ് ആക്കി അവസാനം എടുക്കുന്നത്. അപ്പോൾ ആ ഗ്രാനുവൽസിനെ നമ്മൾ ചെടിച്ചട്ടികൾ, അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ കപ്പുകൾ അങ്ങനെ ആക്കി നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യും. അത് നമ്മളിവിടെ യൂണിറ്റ് ആയിട്ടില്ല, പിന്നെ അത് നെക്സ്റ്റ് പ്ലാനാണ് നമുക്കത്. അപ്പോൾ അതാണ് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രോസസ്സ്, അതാണ് ഗ്രാനുവൽസ് ആക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കമ്പനിയാണ് ക്ലീൻ കേരള കമ്പനി. ഇന്ത്യക്ക് തന്നെ മാതൃകയായെന്ന് പറയുകയല്ല, ഇന്ന് ഇവിടെ തന്നെ കമ്പനി തന്നെ അടുത്ത ഫാക്ടറിയിൽ കുറച്ച് വിസിറ്റേഴ്സായി വിദേശ ആൾക്കാർ വന്നപ്പം തന്നെ അവിടെ കുറച്ച് പ്ലാസ്റ്റിക് അലക്ഷ്യമായിട്ടല്ല, അവരുടെ ഉൽപ്പന്നത്തിന് ഭാഗമായിട്ട് അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഇന്ത്യക്കാർക്ക് ഈ പ്ലാസ്റ്റിക് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആൾക്കാർ പെട്ടെന്ന് ഈ ഫാക്ടറി കൊണ്ടുവരികയും ഇവിടുത്തെ ഈ പ്ലാസ്റ്റിക് റീസൈക്ലിങ് കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്തു. അതാണ് ഈ ക്ലീൻ കേരള കമ്പനിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും വലിയൊരു അഭിമാനപരമായ ഒരു കാര്യമാണത്. ഗവൺമെൻറ് മേഖലകളിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു കമ്പനിയാണ്, റീസൈക്ലിംഗ് കമ്പനിയാണിത്. ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു ഉദ്യമം പ്ലാസ്റ്റിക് എന്ന ഈ മഹാമാലിന്യത്തെ നമ്മളിപ്പോൾ ഒരിക്കലും തുടച്ചു നീക്കാൻ പറ്റാത്ത ഈ റീസൈക്ലിങ്ങിലൂടെ ജനങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയൊരു പ്രയോജനമാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സംരംഭം. അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. മാലിന്യ കൂമ്പാരം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് നിന്നും ലാലൂരും ബ്രഹ്മപുരവും ഒക്കെ നമുക്ക് മുന്നിൽ മാതൃക സൃഷ്ടിക്കുമ്പോൾ പത്തനംതിട്ടയുടെ ക്ലീനിംഗ് മാതൃകയാണിത്. ഇവിടെ നിന്നും നാട്ടുവണ്ടി ഒരു യാത്ര തിരിക്കുകയാണ്.